ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു വരി ഉരുവിട്ടാൽ ജീവിതം മാറ്റുന്ന അത്ഭുതകരമായ അനുഗ്രഹം ശിവഭഗവാൻ നിങ്ങൾക്ക് നൽകുമെന്നുള്ളതാണ്. അപ്പോൾ ആ വരി എന്താണെന്ന് പറയുന്നുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ വരി എന്താണെന്ന് പറയുന്നുണ്ട്. ആ വരി എങ്ങനെ ഉരുവിടണം എന്ന് പറയുന്നുണ്ട്, വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത് കാണുന്നവരൊക്കെ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാണ്. നിങ്ങൾക്കത് കാണുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുമ്പോഴും നിങ്ങൾക്കത് മനസ്സിലാകും. ഞാനൊരു കാര്യം വെറുതെ പറയത്തില്ല എന്നറിയാമോ. അപ്പോൾ ആ വരി എന്താണ്, എങ്ങനെയാണ് ഉരുവിടേണ്ടത്, ആർക്കും എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാം, ₹1 ചിലവില്ലാതെ ചെയ്യാം, നല്ല കാര്യമാണ്. ഭഗവാൻ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന അത്ഭുതകരമായ അനുഗ്രഹം നൽകും ശിവഭഗവാൻ. ഈ ഒരു വരി ഒരു തവണ ഉരുവിട്ടാൽ പോലും അത്ഭുതകരമായ അനുഗ്രഹം ശിവഭഗവാൻ നൽകുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്താലും കിട്ടാത്ത അത്ഭുതകരമായ അനുഗ്രഹം മാത്രമല്ല, ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു ശത്രുദോഷങ്ങളായിക്കോട്ടെ ഗ്രഹദോഷങ്ങളായിക്കോട്ടെ ഒന്നും നമ്മളെ ബാധിക്കത്തുമില്ല. മാത്രമല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ സാധിച്ചു വരും. അത്ഭുതകരമായ ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും ശിവഭഗവാന്റെ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണമെന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്നിപ്പം കുചേലദിനം, എനിക്ക് കുചേലദിനത്തിന് വീഡിയോ ഇടാൻ പറ്റിയില്ല. നേരത്തെ ഇടണമായിരുന്നു, എനിക്കത് സാധിച്ചില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൃഷ്ണക്ഷേത്രത്തിൽ ഭഗവാന് ചില ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്താൽ ഭഗവാൻ ഏതൊരു വ്യക്തിയെയും കുചേലനെ പോലുള്ള ഏതൊരു വ്യക്തിയും കുബേരനാക്കും. ആ ഒരു ചില രഹസ്യങ്ങൾ അവസാനം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ ആവശ്യമുള്ളവർ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇനി ഒരു കാര്യം പറയാം, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറയും. ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. അത് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഒരു തവണ ചെയ്തുകൊണ്ടത് ഒരു ഫലമൊന്നും കിട്ടുമെന്ന് ഞാൻ ആരും ചെയ്യണ്ട. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും, വിശ്വാസത്തോടെ ചെയ്യേണ്ടി വരും, നമ്മൾ പ്രയത്നിക്കേണ്ടി വരും. ഇത്ര ഞാൻ ആദ്യം പറയും. അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യമുണ്ട് വാട്സപ്പിൽ ഇട്ടാൽ, ചുരുക്കിയിട്ടാൽ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എനിക്കറിയാവുന്ന എല്ലാവരും പറഞ്ഞുതരാം. അതിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നും ഇടരുത്. വിശകലനം ചെയ്യുന്നതിന് ചെറിയൊരു നിശ്ചിത ഫീസ് പറയും. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യാതെ ചെയ്യാതെ ചെറിയൊരു നിശ്ചയതേ പറയത്തുള്ളൂ. കാരണം കൈരേഖയും ഗ്രഹനിലയും സംഖ്യാ ജ്യോതിഷം 3 വിശകലനം ചെയ്തത്. അത് ആവശ്യമുണ്ട് ചെയ്യാതെ ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. എല്ലാം നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് വരികയാണ്. നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല, കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല. അതുപോലെ തന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, കാരണം എപ്പോഴും ഞാൻ വാട്സപ്പിലെ വർക്കിൽ തന്നെ ആയിരിക്കും. പിന്നെ അല്ലാത്ത സമയം പ്രാണായാമം, യോഗവിദ്യ, ശിവവിദ്യ, ഇങ്ങനെ എനിക്ക് എൻ്റെതായ കാര്യങ്ങളുണ്ട്. അതാണ് കാര്യം. ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ നിങ്ങൾക്ക് ആ വിദ്യ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് ചേഞ്ച് ഉണ്ടാക്കും, മാറ്റം ഉണ്ടാക്കും. നമ്മുടെ ജീവിതം മാറണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെ ചെയ്താൽ ജീവിതത്തിൽ മാറ്റം വരണമെന്നില്ല. പുതിയ മാറ്റം വരണമെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം. അതായത് ഇംഗ്ലീഷിൽ ഒരു വാചകമുണ്ട്, യുവർ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ആർ ജസ്റ്റ് ബിയോണ്ട് ദ ലീപ്പ് ഓഫ് യുവർ കറേജ്. നമ്മുടെ ജീവിതത്തിലെ മികച്ച വിജയങ്ങൾ എന്ന് പറയുന്നത് നമ്മളിപ്പം ചെയ്യുന്ന, അതായത് ഇപ്പോഴത്തെ നമ്മുടെ ധൈര്യത്തിന് കുറച്ചുകൂടി അപ്പുറത്തേക്ക് സഞ്ചരിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങളിപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ ഇതുപോലെ തന്നെ ജീവിച്ചു പോകാം. പുതിയ കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് മാറ്റം ഉണ്ടാകത്തുള്ളൂ. ധൈര്യത്തോടെ നമുക്ക് അതിന് കുറച്ചുകൂടി ധൈര്യം, അല്ലെ കുറച്ചുകൂടി അറിവ്, അല്ലെ കുറച്ചുകൂടി നമ്മളത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അല്പം ധൈര്യം വേണം. അതായത് ഇപ്പം ചെയ്യുന്നതിനേക്കാൾ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള കറേജ്, ഇപ്പോൾ ഉള്ള ധൈര്യം പോരാ, കുറച്ചുകൂടി ധൈര്യത്തോടു കൂടി പുതിയ കാര്യങ്ങൾ ചെയ്യണം. എന്നുവെച്ചാൽ നല്ല കാര്യങ്ങൾ ഉദ്ദേശിക്കണം. അപ്പം ഞാനെന്ന് പറയുന്നത് ഇതുവരെ പറയാത്തൊരു വിദ്യയാണ്, പുതിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഓരോ വീഡിയോയിലും പറയുന്നതിൻ്റെ കാര്യം നമുക്ക് ആവശ്യമുള്ളവർ ചെയ്യുക, അത്രയേ ഉള്ളൂ. പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അതാണ് അതിൻ്റെ രഹസ്യം. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമുള്ളത് ചെയ്താൽ മതി. നമ്മൾ വീഡിയോയിൽ നമ്മൾ ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് അത് എപ്പോഴെങ്കിലും പ്രയോഗിക്കാം. അല്ല എങ്കിലും എല്ലാ കാര്യങ്ങളും അറിയുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഈ വിദ്യ എന്ന് പറഞ്ഞാൽ ഇതാരും പറഞ്ഞു തരത്തില്ല കേട്ടോ, ലോകത്തിൽ ആരും പറഞ്ഞു തരത്തില്ല. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളത് ആവശ്യമുള്ളവർ എഴുതിയെടുത്തോണം. കാരണം ഈ വീഡിയോ ഒക്കെ എത്ര നാൾ യൂട്യൂബിൽ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നാളൊക്കെ എങ്ങനെയൊക്കെ ആവുന്നു. അപ്പോൾ ഇത് ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത കാര്യം പറഞ്ഞു തരാൻ പോകുന്നത്.
നിങ്ങളുടെ കണ്ണുകൾ ജസ്റ്റ് മേൽപോട്ട് ഉയർത്തുക. ബലമൊന്നും പിടിക്കണ്ട, സാധാരണ രീതി ചെയ്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് ബലമൊന്നും പിടിക്കണ്ട, സാധാരണ നമ്മൾ കണ്ണുകൾ മേൽപോട്ട് ഉയർത്തുക. ഉയർത്തിയിട്ട് നിങ്ങൾ ഈ പറയുന്ന മന്ത്രം വാ കൊണ്ട് ജപിക്കണം. ശിവോഹം 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 3 തവണ ജപിക്കുക. ഇത് നിത്യേന നിങ്ങൾ ചെയ്യുക. ഇനി ഒരു തവണ പോലും ജപിച്ചാൽ, ഇങ്ങനെ കണ്ണുകൾ ഉയർത്തി ശിവോഹം എന്ന് 1 തവണ ജപിച്ചാൽ പോലും ഫലമുണ്ടാകും. 3 തവണ ജപിക്കുക. ഇത് മനസ്സിലായവരും ചെയ്യാൻ പറ്റുന്നവരും താല്പര്യമുള്ളവരും ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട. നല്ല കാര്യമാണ്. മനസ്സിലായത്? ബലമൊന്നും പിടിക്കേണ്ട, വെറുതെ ഇങ്ങനെ കണ്ണുകൾ ഉയർത്തി ശിവോഹം 1 തവണ പറഞ്ഞാൽ പോലും ഫലമാണ്, അല്ലെങ്കിൽ 3 തവണ പറയാം. ഇതെപ്പോൾ ചെയ്യണം? രാവിലെ ഒരു 5:45-നും 6:15-നും ഇടയിലുള്ള സമയത്ത് ചെയ്യണം. അപ്പോഴാണ് ഫലം. കൃത്യം 6 മണിക്ക് ചെയ്യരുത്. ഒന്നുകിൽ 5:45-നും 6-നും ഇടയിൽ, അല്ലെങ്കിൽ 6-നും 6:15-നും ഇടയിൽ. മനസ്സിലായില്ലേ? ഈ സമയത്ത് എപ്പോഴെങ്കിലും ചെയ്യാം. ശിവോഹം 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 സാധാരണ പോലെ ചെയ്താൽ മതി. പറ്റുന്നവർ ചെയ്താൽ മതി, അവനവനെ കൊണ്ട് പറ്റുന്നവർ ചെയ്യുക. നല്ല സിമ്പിളായിട്ടുള്ള കാര്യമാണ്. വെറുതെ ഇങ്ങനെ കണ്ണുകളൊന്ന് മുകളിലോട്ട് ഉയർത്തിയാൽ മതി. ബലമൊന്നും പിടിക്കേണ്ട, വെറുതെ സാധാരണ പോലെ തന്നെ ശ്വാസം എടുക്കാൻ വിടുകയൊക്കെ ചെയ്യാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. വെറുതെ ഇങ്ങനെ ജസ്റ്റ് 1 സെക്കൻഡ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ശിവോഹം ശിവോഹം ശിവോഹം. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ നിത്യേന ജപിക്കുകയാണെങ്കിൽ ഭഗവാൻ അത്ഭുതകരമായ അനുഗ്രഹം, നിങ്ങളുടെ ജീവിതം മാറ്റുന്ന അത്ഭുതകരമായ അനുഗ്രഹം നൽകും. ഇത് ചെയ്യുമ്പോൾ എങ്ങനെ അത്ഭുതകരമായ അനുഗ്രഹം നൽകുന്നത്, അല്ലെ എങ്ങനെ അത്ഭുതകരമായ അനുഗ്രഹം കിട്ടുന്നത്? അതിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞുതരാം. ഈ ശിവോഹം എന്ന മന്ത്രം നമ്മളിങ്ങനെ ദൃഷ്ടി മുകളിലേക്ക് വയ്ക്കുമ്പോൾ, ദൃഷ്ടി നമ്മുടെ എല്ലാം കണ്ണ് എപ്പോഴും ഇങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? ഞാൻ തന്നെ ഇപ്പോൾ എത്ര പ്രാവശ്യം അടയ്ക്കുന്നുണ്ട്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം കണ്ണ് അടക്കി ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും അതുപോലെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക. ഈ കണ്ണുകൾക്കൊരു ഒരു സെക്കൻഡ് സമയത്തേക്കും കണ്ണുകൾ സ്റ്റേബിൾ ആകുമ്പോൾ, കണ്ടോ ഇവിടെ അനക്കം വരുന്നില്ല, പീലി ചലിക്കുന്നില്ല, സ്റ്റേബിൾ ആകുമ്പോൾ ചിന്തയും സ്റ്റേബിളാകും. അപ്പോൾ ശിവോഹം എന്ന മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രത്തിലേക്ക് പൂർണ്ണമായും നിങ്ങളുടെ മനസ്സ് വരും. അതാണ് അതിൻ്റെ രഹസ്യം. അങ്ങനെ വന്നു കഴിയുമ്പോൾ 1 സെക്കൻഡ് കൊണ്ട് തന്നെ അത് ഭഗവാനിൽ ചൊല്ലും. ഭഗവാൻ നിങ്ങളിലേക്ക്, ഭഗവാന്റെ അത്ഭുതകരമായ അനുഗ്രഹം, ആർക്കും കിട്ടാത്ത അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. ആ അനുഗ്രഹം നിങ്ങളുടെ ജീവിതം മാറ്റും, നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ നൽകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വരും. ശത്രുദോഷങ്ങൾ മാറും. ആരെന്ത് ശത്രുദോഷങ്ങളും ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. ശത്രുദോഷങ്ങൾ, ഞാൻ ഉദ്ദേശിക്കുന്ന സമയദോഷങ്ങളെ, പിന്നെ ആരെങ്കിലും നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മറ്റ് അത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ മാറിക്കിട്ടും. നമുക്ക് ജീവിതത്തിലെ യാത്ര സുഗമമാകും, നമ്മുടെ തടസ്സങ്ങൾ മാറും. ഇങ്ങനെയുള്ള നമ്മുടെ സമയദോഷങ്ങൾ മാറിക്കിട്ടും, ഗ്രഹദോഷങ്ങൾ മാറിക്കിട്ടും. ഈ ഗ്രഹദോഷങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ നമ്മളായിട്ട് വലയ്ക്കാറുണ്ട്. അതായത് ഇപ്പോൾ ശനിദശയായിരിക്കും, അല്ലെങ്കിൽ രാഹുർ ദശയായിരിക്കും. ഇങ്ങനെയുള്ള പല ദശകൾ, ആ ഗ്രഹങ്ങളുടെ മോശ സ്ഥിതികൾ ജാതകത്തിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജീവിതത്തിൽ ഒരുപാട്, അതുപോലെ തന്നെ ചാരവശാൽ അഷ്ടമശനി, ഏഴരശനി, ജന്മശനി, കണ്ടകശനി, ഇങ്ങനെയുള്ള ശനിയുടെ അപകാരങ്ങൾ, ഇതൊക്കെ നമ്മളായിട്ട് വലയ്ക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഏതുതരം ഗ്രഹദോഷങ്ങളും മാറിക്കിട്ടും, കർമ്മദോഷങ്ങൾ മാറും, തടസ്സങ്ങൾ മാറും, ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ശിവോഹം എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താ? എല്ലാം ശിവമയമാണ്. ഞാൻ ശിവൻ, നിങ്ങൾ ശിവൻ, കാണുന്നതെല്ലാം ശിവൻ, കേൾക്കുന്നതെല്ലാം ശിവൻ, സർവം ശിവമയം. അപ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ ഒരൊറ്റ ബോധത്തിലേക്ക് വരികയാണ്. ഒരു കാര്യത്തിലേക്ക് മനസ്സ് വരുമ്പോഴാണ് മനസ്സിൻ്റെ യഥാർത്ഥ ശക്തി നമ്മൾ അനുഭവിച്ചു തുടങ്ങുന്നത്. പല കാര്യങ്ങളിലേക്ക് മനസ്സ് പോകുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിനെ അനുഭവിക്കുന്നില്ല. ഒരു കാര്യത്തിലേക്ക് മനസ്സ് പൂർണ്ണമായും വരുമ്പോഴാണ് നമുക്ക് ആ മനസ്സിൻ്റെ ആ ശക്തി നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് ഇതിൻ്റെ രഹസ്യം. പിന്നെ മാത്രമല്ല, നമ്മൾ കണ്ണുകളിങ്ങനെ മുകളിലോട്ട് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഒരു ശ്രദ്ധ വരുന്നത് ഈ ഭാഗത്തായിട്ട് വരും. മനസ്സിലായില്ലേ? ഇതൊരു കോണായിട്ട് ചിന്തിക്കുക. ഈ കോൺ, ത്രികോണം, ഇതിനെക്കുറിച്ച് ആരും പറയത്തില്ല കേട്ടോ. ഈ ത്രികോണത്തിനകത്ത് എല്ലാ രഹസ്യങ്ങളും ഇരിക്കുന്നത്. ഈ യന്ത്രമൊക്കെ വരയ്ക്കുമ്പോൾ കോൺ വരയ്ക്കാറുണ്ട്. അത് എന്താണെന്ന് അറിയാമോ? അങ്ങ് വരയ്ക്കും, അല്ലെങ്കിൽ ഇന്ന ദേവൻ്റെ ദേവിയുടെ എന്ന് പറഞ്ഞ് വരയ്ക്കുന്നത്. ഇതൊന്നും അതിൻ്റെയൊക്കെ അപ്പുറത്ത് ചില രഹസ്യങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ ദൃഷ്ടി മേലോട്ട് വയ്ക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ശ്രദ്ധ വരുന്നത്. ഇവിടെ നിങ്ങൾ ബലമായിട്ട് നോക്കുകയൊന്നും വേണ്ട, ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ശ്രദ്ധ വരും. അപ്പോൾ ഇതൊരു ത്രികോണം പോലെ, ഈ ഭാഗം ത്രികോണം പോലെ വരും. ഈ ത്രികോണത്തിനകത്താണ് നമ്മുടെ ഭ്രൂമധ്യം ഇരിക്കുന്നത്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം. അതാണ് ശിവൻ, അതാണ് ശക്തി, അതാണ് ഭദ്രകാളി, അതാണ് അറിവ്, അതാണ് ജ്ഞാനം. അതറിയുന്നവൻ
ഭഗവാനെ അറിഞ്ഞു. മനസ്സിലായോ? ത്രികോണത്തിൻ്റെ രഹസ്യം ഇതാരും പറഞ്ഞു തരത്തില്ല. പറഞ്ഞു തരണേ ഒന്നാമത്തെ കാര്യം അറിയണം, അതാ വേറൊരു കാര്യം. അറിയാമേത്ത കാര്യം അങ്ങനെ പറയുന്നു. രണ്ടാമത്തെ കാര്യം, ഭഗവാന്റെ ഒരു നിശ്ചയമില്ലാതെ ഈ നിമിഷത്തിന് ഞാൻ ഭഗവാനോട് നന്ദി പറയുന്നു. ഈ ത്രികോണത്തിലാണ് എല്ലാ രഹസ്യങ്ങളും ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്താണ് ആജ്ഞ. ആജ്ഞാചക്രം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോധം തന്നെ ഉയർന്ന തരത്തിലുള്ള ഹയർ കോൺഷ്യസ്നസ്സാണ്, ഉയർന്ന തരത്തിലുള്ള ബോധം തന്നെയാണ്. അവിടെ അത്ഭുതങ്ങളൊന്നുമല്ല ഞാനീ പറയുന്നത്. നിങ്ങൾക്ക് ഈ ആജ്ഞയിൽ ഇങ്ങനെ ഒരു സെക്കൻഡെങ്കിലും നോക്കി കഴിയുമ്പോൾ ഈ ആജ്ഞയിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ രണ്ട് കണ്ണുകൾ കൊണ്ടും ഈ ചെവികൾ കൊണ്ടും എല്ലാം കാണുന്നതും കേൾക്കുന്നതും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. അപ്പം നമുക്ക് ഇങ്ങനെ ഈ രണ്ട് കണ്ണുകൾക്കിടയിലും നമ്മുടെ മനസ്സ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതുവരെ ഇല്ലാത്ത ചില ആശയങ്ങൾ, ഇതുവരെ ഇല്ലാത്ത ചില ഐഡിയകൾ, പുതിയ പുതിയ ബുദ്ധി നമുക്കുണ്ടായി വരും. അത്രയും ചിന്തിച്ച പോലെ അത് അത്ഭുതങ്ങളൊന്നും ചിന്തിക്കണ്ട. പുതിയ പുതിയ ബുദ്ധി, ഒരു കാര്യം എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്താൽ വിജയിക്കും, പുതിയതായിട്ട് എങ്ങനെ ചെയ്യാം, ഇങ്ങനൊരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരും. ആ ബോധം നമ്മുടെ ജീവിതം മാറ്റും. പുതിയ കാര്യങ്ങൾ ചിന്തിക്കുകയും പുതിയ കാര്യങ്ങൾ ചെയ്യുകയും ഒരു കാര്യം എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞ് ശരിയായിട്ട് ചെയ്യുന്നവനുമാണ് സമ്പത്തുണ്ടാക്കുന്നത്. അവർക്കുള്ളതാണ് ജീവിതം. അങ്ങനെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം അടിമുടി മാറുമെന്നുള്ളതാണ്. മാത്രമല്ല സർവ്വകാര്യങ്ങളിലും വിജയമുണ്ടാകും. സർവ്വദേവതകളും പ്രസാദിക്കും. ഇത് ശിവവിദ്യ പറഞ്ഞെങ്കിൽ പോലും സർവ്വദേവതകളും പ്രസാദിക്കും. സർവ്വദേവതകളും വശമായി തീരും. ഈ ത്രികോണത്തിൽ ഇങ്ങനെ അറിഞ്ഞ് ചെയ്യുന്നവന് സർവ്വദേവത പ്രീതി ഉണ്ടാകും. സകല കർമ്മദോഷങ്ങളും മാറാൻ ഉപകരിക്കും. ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും ഒക്കെ ധാരാളം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ ആ സത്യബോധം ഉണ്ടായി വരും. തെറ്റു ശരി നിങ്ങൾക്കറിയാൻ പറ്റും. ഇവരുടെ ഒന്നും ഈ ഒരുപാട് ആളുകളുടെ ഈ തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും പുറകെ പോകരുത്. നമ്മൾ പുറകെ പോകത്തില്ല. നമുക്ക് ബോധം ഉണ്ടാകും. ഈ ബോധം ഇല്ലാത്തതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത തെറ്റായ പല കാര്യങ്ങളുടെയും പുറകെ പോകുന്നത്. ബോധം ഉണ്ടായി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ശരി തന്നെ നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. നമ്മൾ ആ ക്ഷേത്രത്തിൽ പോകണം, പ്രാർത്ഥിക്കുന്നു, അത് ആ വിഗ്രഹത്തിലേക്ക് വന്ന ആ ഈശ്വരൻ, പ്രപഞ്ചബോധമാകുന്ന ഈശ്വരൻ, ആ ഭഗവാനെ നമ്മൾ വന്ദിക്കണം, അല്ലെങ്കിൽ ഭഗവതിയെ വന്ദിക്കണം. അതോടൊപ്പം പൂർണ്ണത ഉണ്ടാകണമെങ്കിൽ നിൻ്റെ ഉള്ളിലെ ഈശ്വരനെ നീ അറിയണം. ശിവവാക്യർ പറയുന്നത് നിൻ്റെ ഉള്ളിൽ തേടണമെന്നാണ് പറയുന്നത്. നിൻ്റെ ഉള്ളിൽ തേടണം. ശിവവാക്യം എന്ന് പറഞ്ഞാൽ മഹാസിദ്ധൻ, ശൈവസിദ്ധന്മാരിൽ ഒരാൾ. നിൻ്റെ ഉള്ളിൽ തേടണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുമ്പോഴും ചെയ്യുമ്പോഴുമാണ് നമുക്കൊരു പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പല കാര്യങ്ങളും. ഒരു തൊഴിൽക്കാരുമായിക്കോട്ടെ, ആ തൊഴിൽ മാറ്റം വരാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്ക് ബുദ്ധി സ്വയം ഉണ്ടാകും. മറ്റൊരാളുടെ പുറകെ, മറ്റൊരുത്തൻ്റെ ബുദ്ധിയുടെ പുറകെ ഒന്നും നമ്മൾ നടക്കണ കാര്യം നമുക്കറിയാം. ഒരു ബിസിനസ്സിൽ എന്ത് തന്ത്രങ്ങൾ പ്രയോഗിക്കണം വിജയിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ തൊഴിലിൽ എനിക്ക് ഉയർച്ച ഉണ്ടാകാൻ എന്തോ ചെയ്യണം, ഇങ്ങനെയുള്ള പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാകുന്നതാണ്. ബുദ്ധി ഷാർപ്പാകും. ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം എന്നാ പറയുക, മണ്ടന്മാരെ പിന്തുടരുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭ്രാന്തനെ ഫോളോ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ മണ്ടത്തരങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പറയുന്നവരെ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം. അതിപ്പോൾ ആരാണോ എന്താണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. പൊതുവായിട്ട് ഞാൻ പറഞ്ഞുള്ളൂ, ലോകം ഉണ്ടായപ്പോൾ തൊട്ട് ഇങ്ങനെ മണ്ടത്തരങ്ങൾ കാണിക്കാൻ പറയുകയും ചെയ്യുന്ന ആളുകളും ഉണ്ട്, നല്ല കാര്യങ്ങൾ പറയുന്നവരും ഉണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അധപ്പതനം ഉണ്ടാകുന്നത് ഈ മണ്ടത്തരങ്ങൾ പുറകെ പോകുമ്പോഴാണ്. സ്വയം ബുദ്ധി പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. ഒരു പക്ഷേ നമുക്കറിയാമായിരിക്കും ഇന്ന കാര്യം തെറ്റാണ്, എങ്കിലും ഒരുത്തം പറഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ വേറെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ പുറകെ അങ്ങ് പോകും. അങ്ങനെ കൂടുതൽ ആളുകൾ ഈ ആപത്തിൽ പോയി ചാടും. അല്ലാതെ വിവരമില്ലാഞ്ഞിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, വിശ്വസിക്കുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? സ്വന്തം ബുദ്ധിയെ വിശ്വസിക്കാത്തതുകൊണ്ട് വല്ലവൻ്റെയും ബുദ്ധിയെ വിശ്വസിക്കുന്നവനെ പോയി ഓരോ അബദ്ധങ്ങളിൽ ചാടും. അപ്പോൾ ഈ വിദ്യ ചെയ്യുമ്പോൾ നിൻ്റെ ഉള്ളിലെ ബുദ്ധി ഷാർപ്പ്നെസ് ആവും. നിനക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, ശരിയായി പ്രവർത്തിക്കാൻ പറ്റും. എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള ബുദ്ധി സ്വയം ഉണ്ടാകും. പിന്നെ പരമേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അതാണ് ഏറ്റവും വലിയ കാര്യം. പരമേശ്വരൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ഭഗവാൻ നമ്മുടെ എല്ലാ കർമ്മദോഷങ്ങളെ മാറ്റിത്തരും. ഭഗവാൻ നമുക്ക് വേണ്ടതെല്ലാം നൽകും. എന്ത് ഗ്രഹദോഷങ്ങളും ഗ്രഹപ്പിഴകളും ഭഗവാൻ മാറ്റിത്തരും. അതാണ് ഈ വിദ്യയുടെ രഹസ്യം. കാരണം നമ്മൾ ശിവോഹോ എന്ന് പറയുമ്പോൾ ഞാൻ ശിവനാണ് എന്നാണ് പറയുന്നത്. ഐ ആം ശിവ എന്നാണ് അർത്ഥം ശിവോഹത്തിൻ്റെ. അതുപോലെ തന്നെ
നമ്മളെല്ലാം ശിവനാണ്, കാണുന്നതും കേൾക്കുന്നതും എല്ലാം ശിവനാണ്. ആ ബോധത്തിൽ മുഴുകി കഴിയുമ്പോൾ എല്ലാം ശിവനാണ്. അതൊരു ഹയർ കോൺഷ്യസ്നെസ്സാണ്, അതിനപ്പുറത്തൊന്നുമില്ല. ശിവോഹത്തിൽ തന്നെ ഒരുപാട് രഹസ്യങ്ങളുണ്ട് കേട്ടോ. ശിവോഹത്തിൽ ആ ശീക്കകത്ത് തന്നെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അത് നിങ്ങളിപ്പം അറിയേണ്ടതില്ല, നിങ്ങൾക്കറിയേണ്ടത് നിങ്ങൾ ചെയ്യുക. നമശിവായിലെ ശീക്കകത്ത് രഹസ്യങ്ങളുണ്ട്, വായിക്കാത്ത രഹസ്യങ്ങളുണ്ട്, ഈ പ്രപഞ്ചം മുഴുവനുണ്ട് അതിൻ്റെ അകത്ത്. അതൊന്നും ഇപ്പോൾ നിങ്ങൾ അതിലേക്കൊന്നും പോകണ്ട. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, അത് ആവശ്യമുള്ള ചെയ്യാത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ എല്ലാം ജീവിതം മാറ്റുന്ന കാര്യമാണ്. ചെയ്യാൻ പറ്റുന്നവർ, ചെയ്യാൻ പറ്റാത്തവർ ചെയ്യണ്ട. താല്പര്യമുള്ളവർ ചെയ്യുക, അല്ലെങ്കിൽ പറ്റുന്നവർ ചെയ്യുക, മനസ്സിലായവർ ചെയ്യുക, മനസ്സിലാകാത്തവർ ചെയ്യണ്ട. അത്രേ ഞാൻ പറയുന്നുള്ളൂ. പറ്റുന്നവർ ചെയ്യുക, അത്രേ ഉള്ളൂ. മനസ്സിലായത്? നല്ല കാര്യങ്ങളാണ്. അപ്പം ഇനി പറയാൻ പോകുന്നത് കുചേല ദിനമായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി. സത്യത്തിൽ അതാ, ഇടയ്ക്കൊന്ന് ഓർത്തായിരുന്നു. പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറേ തിരക്കുണ്ടായിരുന്നു. അത് കാരണം പിന്നെ അതിൻ്റെയൊക്കെ പുറകെ പോയി കഴിഞ്ഞപ്പോൾ ദിവസങ്ങൾ കടന്നുപോയി. ഇന്നിനിയിപ്പം വൈകിട്ട് ഇപ്പം ഇട്ടാലും നാളെ കുചേല ദിനം കഴിയും. ഇന്ന് ഡിസംബർ 17-ാം തീയതി വീഡിയോ ഇടുന്ന ഈ ദിവസം, ഡിസംബർ 17-ാം തീയതി 2025. അപ്പോൾ ഇന്ന് ഇട്ടിട്ട് കാര്യമില്ല. എങ്കിലും ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ കൃഷ്ണന് കുചേലനെ കുബേരനാക്കാൻ ഇത്ര നിമിഷം മതി അല്ലേ? ഭഗവാൻ അവല് സമർപ്പിച്ചു. ആ അവല് ഭഗവാൻ കഴിച്ചപ്പോൾ, മുഴുവൻ കഴിച്ചില്ല, കുറച്ച് കഴിച്ചപ്പോൾ തന്നെ കുചേലൻ കുബേരനായി അല്ലേ? അതിനകത്ത് കാര്യമുണ്ട്. അതൊരു കഥ മാത്രമല്ല, അല്ലെ ഒരു സംഭവം മാത്രമല്ല, അതിനകത്ത് കാര്യമുണ്ട്. ഈ കൃഷ്ണന് ചില പ്രത്യേക രീതിയിൽ അവല് സമർപ്പിച്ചാൽ ആ വ്യക്തിയെ വളരെ സമ്പന്നനാവും, അല്ലെ സാമ്പത്തികം വരും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന് അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അതായത് കൃഷ്ണന് നിങ്ങൾ അവല് സമർപ്പിക്കേണ്ടത് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ബുധനാഴ്ച എല്ലാ മാസവും ഉണ്ടല്ലോ. നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയി നിങ്ങൾ അവല് ഭഗവാനെ സമർപ്പിക്കണം. വേണേൽ പ്രസാദമായി വാങ്ങാം, അല്ലെ വാങ്ങാതിരിക്കാം, അതിലൊന്നും കുഴപ്പമില്ല. വാങ്ങിയാലും നല്ലത്. അത് നിങ്ങൾ പാക്കറ്റായിട്ട് പാക്കറ്റായിട്ട് സമർപ്പിച്ചാൽ മതി, അതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല. ഭഗവാനെ നിങ്ങൾ നടയെ വെക്കണം, അതിലാ കാര്യം. അതിൻ്റെ അളവല്ല, നിങ്ങളുടെ മനസ്സിലാണ് കാര്യം. നിങ്ങളുടെ മനസ്സിലാണ് കാര്യം വയ്ക്കുന്നത്. നിങ്ങളൊരു അല്പം അവലെ വെച്ചുള്ളതിൽ അത് സന്തോഷത്തോടെ ഭഗവാനേ എന്നുള്ള ഭക്തി വെച്ചാൽ അത് മതി. ഇത് ഒരുപാട് ചാക്ക് കണക്കിട്ട് വെച്ചാലും നിങ്ങൾക്ക് ഇത് വെച്ചാൽ ഇപ്പോൾ അങ്ങ് മാറാൻ പോവുകയാണ്, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വെച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ സമയം കളഞ്ഞുള്ളൂ. നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിട്ടൊരു അല്പം അവലാലം പോലും, ചെറിയ പാക്കറ്റ് ഇപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമല്ലോ, വാങ്ങി വെച്ചാൽ മതി. തിരുമേനോട് ഛേദിക്കാൻ പറഞ്ഞ് തിരുമേനിക്ക് ദക്ഷിണം കൊടുത്താൽ മതി. ഇത് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ബുധനാഴ്ച, അതായത് വെളുത്ത പക്ഷത്തിലെ ബുധനാഴ്ച മാസത്തിൽ ചെയ്യാം, രാവിലെ ചെയ്യണം. ഇത് ഒരു തവണ ചെയ്യുന്നത് ജീവിതം മാറാൻ പോകുന്നില്ല. നിങ്ങൾ സാധിക്കുന്ന പോലെ എല്ലാ മാസവും ആവർത്തിക്കുക, പറ്റുന്ന പോലെ. ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ അദ്ദേഹം ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, എൻ്റെ ഒറ്റ വീഡിയോ മുടങ്ങാതെ കാണുന്ന ആളുകളാണ്. അപ്പം അദ്ദേഹത്തിന് അതുപോലെ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ജീവിതത്തിൽ മാറ്റം വന്നു. അതുകൊണ്ടാണ്. അപ്പം വർഷങ്ങളായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഒരുപാട് ആളുകളുണ്ട് ചെയ്യുന്നത്. അതുപോലെ ഈ ഷെയർ മാർക്കറ്റ് ചെയ്യുന്നവർ, ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യം, എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതറിയാം. പിന്നെ ഒരു വീഡിയോ കണ്ടിട്ട് പറയും സാറേ ഞാൻ എല്ലാ വീഡിയോയും കാണുന്നു, അങ്ങനെയുള്ളവർക്ക് അറിയത്തില്ല. അതെനിക്ക് കേൾക്കുമ്പോൾ അറിയാം കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് എനിക്കത് മനസ്സിലാകത്തില്ല. ഒന്നോ രണ്ടോ വീഡിയോ കണ്ട് പറയും സാറേ ഞാൻ എല്ലാ വീഡിയോയും കാണുന്നതാണ്. ഇതൊക്കെ നമുക്കറിയാം. നമ്മളിത് ഒരു കാര്യം ചെയ്യുമ്പോൾ എത്ര നാളായിട്ട് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നു. എല്ലാ വീഡിയോയും കാണുന്നവർ സംസാരിക്കുമ്പോഴും ഒന്നോ രണ്ടോ വീഡിയോ കണ്ടിട്ട് സാറേ എല്ലാ വീഡിയോയും കാണുന്നതെന്ന് കള്ളത്തരം പറഞ്ഞാലും എനിക്കറിയാം, ഞാൻ അറിയുന്നുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ ഞാനത് മിണ്ടുന്നില്ല, അതായത് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നല്ല അർത്ഥം. സത്യമേ പറയാനുള്ളൂ കേട്ടോ. സത്യമാണ് ഈശ്വരൻ, കള്ളത്തരം പറയരുത്, അതെനിക്കിഷ്ടമേ അല്ല. അപ്പോൾ എല്ലാ വീഡിയോയും ഞാൻ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു വീഡിയോ കണ്ടിട്ടല്ല 2 വീഡിയോ കണ്ടിട്ട് എല്ലാ വീഡിയോയും കണ്ടാന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് കള്ളത്തരം പറയരുത്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. പിന്നെ ശ്രീകൃഷ്ണ ജയന്തിക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ അവല് ഭഗവാന് സമർപ്പിക്കണം. അപ്പോൾ ഈ ശോഭായാത്ര ഉണ്ടല്ലോ, അപ്പം അവർ വീട്ടിൽ പിരിവിന് വരുമല്ലോ, അപ്പോൾ അവല് പൈസ കൊടുത്തു, അത് കൊടുക്കരുതെന്നല്ല പറഞ്ഞു, അതും നല്ലത്. പക്ഷെ അവലും കൊടുക്കണം. ഞാനീ പറയുന്നത് സത്യസന്ധമായിട്ടാണ് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു 2 കിലോ അവല് പോലും മേടിച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയം. പക്ഷെ അന്ന് ഞാൻ ഭഗവാൻ അവല് കൊടുക്കും. 2 കിലോ അവലൊക്കെ 1 കിലോ അവലൊക്കെ കൊടുക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ എല്ലാ പ്രാവശ്യവും കൊടുക്കും. അപ്പോൾ എനിക്കന്ന് അതിന് പോലും ബുദ്ധിമുട്ടാണ്. കാരണം അന്നത്തെ സാഹചര്യങ്ങളും എല്ലാം അങ്ങനെയാണ്. ഞാനിത് പല വർഷങ്ങളോളം കൊടുത്തു. 2 എന്നുള്ള 3 ആക്കി, 5 ആക്കി. അങ്ങനെയൊക്കെ ആയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ. ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റാത്ത പോലെ ഉള്ളൂ. അതുപോലെ
ദൈവം അനുഗ്രഹിച്ച് വർക്കുകൾ വരുന്നുണ്ട്. കൊറോണ സമയത്ത് പോലും ഞാൻ വെറുതെ ഇരുന്നിട്ടേയില്ല. കൊറോണ പിടിച്ച് 14 ദിവസം ആശുപത്രി കിടന്ന അല്ലാതെ എനിക്ക് ഫുൾ ടൈം വർക്കായിരുന്നു. എനിക്ക് ഭഗവാനെ ചെയ്യാൻ പറ്റാത്ത കുഴപ്പമുള്ളൂ, അതുപോലെ വരുന്നു. അതെൻ്റെ കഴിവല്ല, ഭഗവാന്റെ അനുഗ്രഹമാണ്. ഞാൻ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്, ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. നിങ്ങൾക്കത് ഫലം ഉണ്ടാകാൻ വേണ്ടിയാണ് പറയുന്നത്. ഒരു വഴിയാണ് പറഞ്ഞു തരുന്നത്. ബുദ്ധിയുള്ള മനുഷ്യനത് പ്രയോജനപ്പെടുത്തിക്കോണം. ഭഗവാൻ അവൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇപ്പം ഞാൻ ഒരു ചാക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് 3 ചാക്കൊക്കെയാണ് വേണ്ടത്. 3 ചാക്കും കൊടുക്കാൻ എനിക്ക് സന്തോഷമാണ്. പക്ഷെ ഞാൻ ഒരു ചാക്ക് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എന്നെപ്പോലെ അവൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ കാണും, അവരും കൊടുത്തോട്ടെ. അതുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാൻ എത്ര കൊടുക്കാനും എനിക്ക് സന്തോഷമുള്ളൂ. 3 ചാക്കും കൊടുക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഞാൻ ഒരു ചാക്ക് കൊടുക്കുന്നു. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി കറുത്തവാവ് കഴിഞ്ഞിരുന്ന ബുധനാഴ്ച, ഈ 2 രീതിയിൽ നിങ്ങൾ അവൽ ഭഗവാൻ കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. കുചേരനെ കുബേരനാക്കും, സംശയം വേണ്ട. നിങ്ങൾക്ക് വിശ്വാസം കൂടെ വേണം. പിന്നെ നമ്മൾ ഭഗവാൻ തരുന്ന അനുഗ്രഹങ്ങളെ നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ വേണം. വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ കയറി ജോലിക്ക് പോകാതിരുന്നാൽ ഒന്നും മാറ്റം വരത്തില്ല. അത് ഈശ്വര നിന്നയാണ്. നമുക്ക് അന്ന് കഴിവ് പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ ആ കഴിവിനോടുള്ള നിന്നയാണ്. കഴിവ് വന്നാൽ ഈശ്വരനോടുള്ള നിന്നയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ വഴിപാട് ചെയ്യുന്നതോടൊപ്പം പ്രയത്നിക്കുകയും കൂടെ വേണം. അപ്പോൾ ജീവിതത്തിൽ അത് വലിയ മാറ്റം ഉണ്ടാകും. നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. ഞാൻ സത്യസന്ധമായിട്ട് ആണ് പറഞ്ഞു തരുന്നത്. എല്ലാം അങ്ങനെ തന്നെ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ചില വഴികളിലൂടെ പറഞ്ഞുതരാം. ആവശ്യമുള്ളവർ ചെയ്യുക. പൗർണമി ദിവസം ഒന്നുകിൽ ദേവീക്ഷേത്രം അല്ലെ ശിവക്ഷേത്രം, എന്നുവെച്ചാൽ ഭദ്രകാളി ക്ഷേത്രം അല്ലെ ശിവക്ഷേത്രം, ഈ 2 ഏതെങ്കിലും ഒരു ക്ഷേത്രം, അല്ലെ ഒരു പൗർണമി ശിവക്ഷേത്രത്തിൽ പോയി, ഒരു പൗർണമി ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി, ഇങ്ങനെ മാറി മാറിപ്പോൾ അല്ലെ ഇതിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ പോലും ജീവിതത്തിൽ അപാരമായ മാറ്റം ഉണ്ടാകും. ഈ പൗർണമിക്ക് ഒരുപാട് രഹസ്യമുണ്ട്. പൗർണമി ദിവസത്തിലെ ധ്യാനം, പൗർണമി എന്നുവെച്ചാൽ ധ്യാനം എന്ന് വെച്ചാൽ നിങ്ങൾ അവരെ കുറേ പുറകെ പോകണമെന്നൊന്നുമില്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഇത് മതി. നമ്മൾ ആരുടെയും പുറകെ പോയതുകൊണ്ട് നമുക്ക് മാറ്റം ഉണ്ടാവും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ അറിയുമ്പോഴേ നിങ്ങൾ മാറത്തുള്ളൂ. അത് ശിവവാക്യർ പറഞ്ഞിട്ടുള്ള മഹാസിദ്ധൻ, 18 സിദ്ധന്മാരിൽ ഒരാൾ, ഞാൻ പറഞ്ഞതല്ല. മനസ്സിലായി? നിങ്ങളെപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി അറിയുന്ന അന്ന് തൊട്ട് നിങ്ങൾക്ക് മാറ്റം വരും. കാരണം നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾക്കേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ ബോധം. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതാവശ്യമുള്ളവർ ചെയ്യുക. പിന്നെ ഈ ക്ഷേത്രത്തിൽ പോകണം. കാരണം നമ്മൾ ആ പ്രപഞ്ചബോധത്തെ വിഗ്രഹത്തിലേക്ക് ഈശ്വരനെ ആവാഹിച്ച് ആ ഒരു അനുഗ്രഹം കൂടെ നമുക്ക് വേണം. പിന്നെ പൂർണ്ണത ഉണ്ടാകാൻ നിൻ്റെ ഉള്ളിലെ ഈശ്വരനെ അതോടൊപ്പം അറിയണം. മനസ്സിലായില്ലേ? ഇപ്പം പൗർണമി ദിവസം ഒന്നുകിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ, ഇത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ തന്നെ ജീവിതം മാറും. അപ്പോൾ ഇഷ്ടമുള്ള വഴിപാട് ചെയ്യാം. കടുംപായസമോ, ഭദ്രകാളിക്കാണെങ്കിൽ കടുംപായസം, ശിവനാണെങ്കിൽ പാൽപ്പായസവും അല്ലെ വെള്ള നിവേദ്യം, കുവളത്തിലെ അർച്ചന ഒക്കെ ചെയ്യാം. ഭദ്രകാളിക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, കടുംപായസമൊക്കെ ചെയ്യാം. ഇങ്ങനെ ചില വഴിപാട് ചെയ്താലും പെട്ടെന്ന് മാറ്റം വരും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യാം. ഇനി പറയുമ്പോൾ ഈ പരീക്ഷകളിൽ, ഇൻ്റർവ്യൂകളിൽ, മത്സരങ്ങളിലൊക്കെ വിജയിക്കാൻ ചില രഹസ്യങ്ങൾ പറഞ്ഞുതരാം. ഈ പരീക്ഷകളെ, ഇൻ്റർവ്യൂകളെ ഒക്കെ പങ്കെടുക്കുന്ന കുട്ടികൾ ദുർഗേ രക്ഷണേ സ്വാഹ, ഓം ചേർക്കണ്ട, ഗുരുചരണം ശരണം, ഈ 2 മന്ത്രങ്ങൾ നിത്യേന അല്ല ഒരു ദിവസം തന്നെ പലതവണ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചൊല്ലുക. വിശ്വാസത്തോടെ അപാരമായ മാറ്റം വരും. കിടക്കപ്പായി ഇരുന്നുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്നും ജപിക്കണം. എഴുന്നേറ്റ ഉടനെ വലത് സൈഡ് ചെരിഞ്ഞ് എഴുന്നേൽക്കുക. കിടക്കപ്പായിരുന്നു വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഈ മന്ത്രം ജപിക്കാം. ഗുരുചരണം ശരണം, ദുർഗേ രക്ഷിണി സ്വാഹ. രക്ഷിക്കണമെന്നേ ഉള്ളൂ. ഇനി അതിന് സംശയം ചോദിക്കരുത്. രക്ഷിണിയാണോ ഇങ്ങനെ ചോദിക്കുക. രക്ഷിക്കണം, രക്ഷിണി കേട്ടോ. അങ്ങനെ ജപിച്ചാൽ മതി. അപ്പോൾ ഈ എന്താണ് ശരണം ജപിച്ചാലും ഈ എത്ര മാറ്റം ഉണ്ടാകുന്നത്? ഗുരു എന്ന് വെച്ചാൽ ആരാന്നറിയാമോ? നേരറിവ് തരുന്ന പരമദൈവം ഗുരു. നേരറിവ് തരുന്ന പരമദൈവം ഗുരു എന്ന് വെച്ചാൽ നിങ്ങളുടെ ചുറ്റും കാണുന്ന ആ ഗുരുക്കന്മാരെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദിവ്യബോധമായ, ദിവ്യശരീരമായ പ്രപഞ്ചത്തിലുള്ള ആ ഈശ്വരീയമായ അവസ്ഥയെ പ്രാപിച്ച ഗുരുക്കന്മാർ, അല്ലെ പിന്നെ ഹിമാലയത്തിലൊക്കെയുള്ള അവധൂതന്മാർ, അവരെയാണ് ഞാൻ ഗുരു എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ താമസിച്ച്, അല്ലെ നമ്മളെപ്പോലെ തന്നെ ഇവിടെ ജീവിച്ച്, നമ്മളെപ്പോലെ തന്നെ ലോണും കടവും എല്ലാം ഉള്ള, നമ്മുടെ അത്രയും പോലും നല്ല മനസ്ഥിതി ഇല്ലാത്ത ആളുകളെ അല്ല. പിന്നെ നല്ല ആളുകളും ഉണ്ട്, നല്ല നന്മ പറഞ്ഞു തരുന്നത്. അവരെ നമുക്ക് ഗുരുവായിട്ട് ചിന്തിക്കാം. അതിൽ തെറ്റില്ല. പിന്നെ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് മരണത്തിനപ്പുറം നിൽക്കുന്ന ദിവ്യബോധമായ പ്രപഞ്ചത്തിലുള്ള
സിദ്ധന്മാരെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അവധൂതന്മാർ. പിന്നെ ഹിമാലയത്തിലൊക്കെ വസിക്കുന്ന അവധൂതന്മാരും ഉണ്ട്. അങ്ങനെയുള്ളവരെ കാണാൻ ദുർലഭമാണ്, അത് വലിയ പാടാണ്. അപ്പം അങ്ങനെയുള്ള നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പം ശിവവാക്യരായിക്കോട്ടെ, പുലിപ്പാണി സിദ്ധരായിക്കോട്ടെ, അഗസ്ത്യരായിക്കോട്ടെ, കൊങ്കണവരായിക്കോട്ടെ, പിന്നെ ചട്ടൈനാഥരായിക്കോട്ടെ, ഇങ്ങനെ കമലമുനി ആയിക്കോട്ടെ, വാസമുനി ആയിക്കോട്ടെ, ഇങ്ങനെ കോരക്കറായിക്കോട്ടെ, പതഞ്ജലിയാറായിക്കോട്ടെ, ഇടയ്ക്കാടരായിക്കോട്ടെ, ഇങ്ങനെ മഹാസിദ്ധന്മാരുണ്ട്, ശിവവാക്യരായിക്കോട്ടെ, അങ്ങനെയുള്ള അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഗുരുവിൻ്റെ അനുഗ്രഹം, നിങ്ങൾ ഗുരുചരണം ശരണമെന്ന് പറഞ്ഞാൽ മതി, വടക്കോട്ട് തിരിഞ്ഞത്. അപ്പം നിങ്ങൾക്ക് അനുഗ്രഹം തരേണ്ട ഗുരു ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളോട് കണക്റ്റ് ആവും. അതാണ് വടക്ക് ദിക്കിൻ്റെ പ്രത്യേകത. മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊരു ഗുരുവിനെ തേടിപ്പിടിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ സത്യസന്ധമായി ഗുരുചരണം ശരണമെന്ന് വിളിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൈകൾ പ്രവർത്തികൾ ശുദ്ധമാകുമ്പോൾ, കർമ്മശുദ്ധമാകുമ്പോൾ, നമ്മൾക്ക് വിദ്യ തരാൻ ഈശ്വരൻ നിയോഗിക്കപ്പെട്ട ഗുരു നമ്മളിൽ താനിയെ കണക്റ്റ് ആവും. അത് നേരിട്ടാണേലും അല്ലെങ്കിൽ എനർജി രൂപത്തിലാണേലും. അതാണ് ശരിയായിട്ട് അറിവ്. അല്ല നിങ്ങൾ തേടിപ്പിടിക്കുന്നതൊന്നും അല്ല. മനസ്സിലായോ? തേടിപ്പിടിക്കുന്നതൊന്നും അല്ല. യഥാർത്ഥമായിട്ട് നിങ്ങളിലേക്ക് വരേണ്ട ഒരു ശക്തിയുണ്ട്. മനസ്സിലാകുന്നുണ്ടാവോ ഇല്ലയോ? ആർക്കൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സത്യസന്ധമായ വിദ്യയെ പറഞ്ഞിരുന്നു. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ, അവർ രക്ഷപ്പെടും. പിന്നെ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളുകളെ നമുക്ക് ഗുരുവായിട്ട് സങ്കല്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ യഥാർത്ഥ ഗുരു എന്ന് പറഞ്ഞാൽ ജീവിതം മാറ്റാൻ കഴിവുള്ളതാണ്. അത് ആ ഈശ്വരീയമായ തലത്തിൽ നിൽക്കുന്ന ഗുരുക്കന്മാരാണ്. അവർക്കാണ് നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായ ജ്ഞാനം നൽകാൻ കഴിവുള്ള ഗുരുക്കന്മാർ. ജ്ഞാനം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? വായിച്ചുള്ള അറിവല്ല, കേട്ടുള്ള അറിവല്ല, ചിന്തിച്ചുള്ള അറിവല്ല, അനുഭവം. അനുഭവമാണ് ജ്ഞാനം. മനസ്സിലാകുന്നുണ്ടോ? അനുഭവം. നിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ അനുഭവം, ആ ബോധം, അതാണ് ഈശ്വരൻ. അത് കിട്ടണം. അത് കിട്ടിയവരാണ് ആരൊക്കെയാ? ഈ സിദ്ധന്മാരും. ഈ സിദ്ധന്മാരൊക്കെ അത് കിട്ടിയവരാണ്. അഗസ്ത്യരായിക്കോട്ടെ, ആ സിദ്ധപരമ്പര എല്ലാം അവർക്ക് ആ ജ്ഞാനം കിട്ടിയോണ്ടാണ് അവർക്ക് അത് ലയിച്ചിരിക്കുന്നത്. അവിടെ ചോദ്യമില്ല, ഉത്തരവുമില്ല. കാരണം അവരതിനെ അനുഭവിക്കുക. അതാണ് യഥാർത്ഥ ജ്ഞാനം. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെ ആകുമെന്നല്ല പറഞ്ഞത്. അങ്ങനെയൊന്നും ആകത്തില്ല കേട്ടോ. ലക്ഷത്തിലൊരുത്തനെ ആ ശരിയായ ബോധത്തിലേക്ക് എത്തുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ലൗകിക ജീവിതത്തിൽ സമ്പത്തുണ്ടാകാനും, ജോലി പ്രമോഷൻ കിട്ടാനും, വിവാഹം നടക്കാനും, നല്ല കുടുംബജീവിതം ഉണ്ടാകാനും, നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ആത്മീയാവസ്ഥയിൽ അങ്ങനെയൊന്നും ആരും എത്തത്തില്ല. അതിനൊക്കെ ലക്ഷങ്ങളിൽ ഒരുത്തനെ പറ്റത്തുള്ളൂ. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചിലർ പറയും, അയ്യോ അവൻ അത് ചെയ്താൽ സന്യാസിയാകും. സന്യാസിയായിട്ട് അഭിനയിക്കാം. പക്ഷെ യഥാർത്ഥ ആണെങ്കിൽ അത് ഈശ്വരൻ വിചാരിക്കണം. കർമ്മഗതി ശരിയാകണം. അത് ലക്ഷത്തിലൊരുവനെ പറ്റത്തുള്ളൂ. അങ്ങനെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. യഥാർത്ഥ ജ്ഞാനം അറിയുന്നത്. നിങ്ങൾക്ക് വല്ല ലൗകികമായ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച, ഇതിനൊക്കെ വേണ്ടി ഉള്ള കാര്യം പറഞ്ഞു തരുന്നത്. അതിനുവേണ്ടി മനസ്സിലാക്കുക. പിന്നെ അറിവിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അത് അറിവായിട്ട് മനസ്സിൽ കിടക്കട്ടെ. അപ്പോൾ അതാണ് ഗുരുചരണം ശരണം എന്ന് പറയുന്നതിനകത്ത് രഹസ്യം. ചരണം എന്ന് വെച്ചാൽ പാദങ്ങൾ, ഗുരുവിൻ്റെ പാദങ്ങൾ ശരണം. ഗുരു ആരാണ്? ഒന്നുകൂടെ പറഞ്ഞു തരാം. നിങ്ങൾക്കിത് ഒരുപാട് ഗുണം ചെയ്യും. അതായത് പരമമായ അറിവ്, നേരറിവ് തരുന്ന പരമദൈവമാണ് ഗുരു. ഗുരു തന്നെയാണ് ഈശ്വരൻ. സത്യജ്ഞാനം നൽകുന്നതാണ് ഗുരു. അല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു നിങ്ങളെക്കൊണ്ട് ജീവിക്കുന്ന, അതൊന്നും ആ ഒരു തലത്തിലേക്കേ വരുന്നില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ, അതായത് നേരറിവ് തരുന്ന പരമദൈവം തന്നെയല്ലോ ഗുരു. ഇതാണ് അറിയേണ്ട കാര്യം. ഇതൊക്കെ അറിഞ്ഞാൽ ജീവിതം രക്ഷപ്പെടും. അല്ലെങ്കിൽ ജീവിതം മുഴുവൻ ഓരോന്നിനെ പുറകെ നടക്കും. ലാസ്റ്റ് എന്തെങ്കിലും കിട്ടിയോ അതുമില്ല, എന്നെങ്കിലും നേടിയോ അതുമില്ല, എന്നെങ്കിലും അനുഭവിച്ചോ അതുമില്ല. അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരും. സത്യകാര്യത്തെ അറിഞ്ഞാൽ ശരിയായ അറിവ് കിട്ടും, ശരിയായ കാര്യങ്ങൾ അനുഭവിക്കാൻ പറ്റും. അവസാനം ഈശ്വരനെ അറിഞ്ഞപ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് എല്ലാം നല്ല കാര്യങ്ങളാണ്. നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യുക. ഞാനീ പറയുന്ന എല്ലാ വിദ്യകളും നിങ്ങൾക്ക് ആവശ്യമുള്ളതും ഡയറി എഴുതി വെക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് ചെയ്യാം എന്നുള്ളതാണ്. അല്ലാതെ ഒരാൾ തന്നെ ഇതെല്ലാം കൂടെ ചെയ്യണമെന്നോ ഒന്നും അല്ല ഈ പറയുന്ന കാര്യങ്ങൾ. പലർക്കും പലതായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. അവനവനാവശ്യമുള്ള ചെയ്യുക, നല്ലത് ചിന്തിക്കുക, നല്ലത് ചെയ്യുക, ഈശ്വരനെ വിളിക്കുക, പ്രയത്നിക്കുക. ശിവോഹം ശിവശിവ.